ഒരു A4 പേപ്പർ വെച്ചിട്ട് കിഡിൽ തന്നെ ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കിയാലോ? A4 പേപ്പർ വെച്ചിട്ട് ഫ്ലവർ വൈസോ? ഞാൻ എന്ത് പറയണേന്നല്ല നിങ്ങൾ ചിന്തിക്കണേ. അല്ല, അങ്ങനെ ചിന്തിക്കാൻ മാത്രം കാര്യമൊന്നുമില്ല, നമുക്കുണ്ടാകാന്നേ. ഒരു A4 പേപ്പർ എടുത്തിട്ട് 5 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 സെൻറ്റിമീറ്ററും പിന്നെ എന്താ സൈഡിൽ 2 സെൻറ്റിമീറ്ററും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊന്ന് ആ ലൈനിലൂടെ ഒന്ന് എക്സ് വരച്ചു കൊടുക്കുക. ഈ എക്സ് വരച്ചെടുക്കുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല, അതൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് മടക്കണം. ആ എക്സിൻ്റെ രീതിയിലൊന്ന് മടക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക. ആ എക്സിൻ്റെ അതിലെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ നല്ല ഷാർപ്പായിട്ട് മടക്കണം, എന്നാൽ കീറിപ്പോകരുത്. അതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ മേൽഭാഗമില്ലേ, നമ്മൾ അടയാളപ്പെടുത്തിയ മേൽഭാഗം ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്യുക. താഴ്ഭാഗത്ത് ആ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനിൻ്റെ അവിടെ വരെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമ്മളത് മടക്കുമ്പം ആ ഒരു മടക്കിൻ്റെ ഒരു പാട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എക്സ് നല്ല ഷാർപ്പിൽ തന്നെ അത് മടക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് അങ്ങ് ഈ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ ഫസ്റ്റിൽ തന്നെ അതിൻ്റെ പുറം ഭാഗത്ത് ഫുൾ താഴെ പശ തേച്ചിട്ടുണ്ട്. അങ്ങനെ തേക്കരുത്. മടക്കി വന്നിട്ട് അതെങ്ങനെയാണോ അതിൻ്റെ മടക്ക് ഉള്ളിലേക്ക് വരുന്നത് ആ ഒരു ഭാഗത്ത് പശ തേക്കുക. എന്നിട്ട് അതിന് 2 സെൻറ്റിമീറ്റർ വിട്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയോടെ നമ്മുടെ ഫ്ലവർ വേസ് റെഡിയായി. എന്നിട്ട് ഈ നമ്മൾ മടക്കിയില്ലേ ആ ഭാഗം ഒന്ന് അകത്തേക്കൊന്ന് ഇതുപോലെ നമർത്തി കൊടുത്താൽ നല്ല അടിപൊളി കിടിലൻ ഫ്ലവർ വേസായി. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.